ഇബിലീസിന്റെ സന്തതിയായ KM ഷാജിയോ, ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ കുണ്ടാട്ട് അസർപ്പ് പച്ചപ്പടയോ പടച്ചുവിടുന്ന പച്ച നുണകളല്ല കേരള ജനത ഏറ്റെടുക്കുന്നത്. ചരിത്രവും ചരിത്ര സത്യങ്ങളും എത്ര വർഷം കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വീഡിയോ. ലാൽ സലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സഖാവ് ഷമീർ ഷാവുദ്ദീൻ വർക്കല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 55 വർഷക്കാലമായി കേരള ചരിത്രത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിവെച്ച സത്യമായിരുന്നു 1971 RSSന്റെ ഗൂഢാലോചനയിൽ പൊട്ടിപ്പുറപ്പെട്ട തലശ്ശേരി കലാപം. നിരവധി ആളുകൾ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും നിരവധി ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിനെയെല്ലാം അടിച്ചമർത്താൻ മുന്നിട്ടിറങ്ങിയത് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ചില സഖാക്കളും ഇടതുപക്ഷവുമായിരുന്നു. തലശ്ശേരിയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുവിപ്പിച്ച് നേതൃത്വം കൊടുത്ത RSSന്റെ മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടി മുസ്ലിം സമുദായത്തെയും പാറപ്പുറം പള്ളിയുമൊക്കെ സംരക്ഷിച്ചത്. ഇതായിരുന്നു യാഥാർത്ഥ്യം. ഇതാണ് ചരിത്ര സത്യവും. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പ്രതിപക്ഷത്തിരുന്ന് അധികാരം നഷ്ടപ്പെട്ട പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ KM ഷാജിയെ പോലുള്ള ഇബിലീസിന്റെ സന്തതികൾ പച്ച നുണകളും അപവാദ പ്രചരണങ്ങളും നുണക്കഥകളുമൊക്കെ എഴുതിവിടുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണുകയുണ്ടായി. അവര് പറഞ്ഞ പച്ച നുണകൾക്ക്, അവര് പടച്ചുവിട്ട അപവാദ പ്രചരണങ്ങൾക്ക് പ്രഹരമേക്കുന്ന വിധത്തിൽ മലയാളികളെ ആകെ സന്തോഷത്തിലാക്കുന്ന ഒരു കാഴ്ച അടുത്തിടെ നാം കാണുകയുണ്ടായി. മറ്റൊന്നുമല്ല, സഖാവ് UK കുഞ്ഞിരാമൻ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന് കാവൽ നിന്ന പാറപ്പുറം പള്ളി ജുമാഅത്ത് അംഗങ്ങൾ സഖാവ് പിണറായി വിജയനെ ആദരിക്കുന്ന ഒരു വീഡിയോ നാം കാണുകയുണ്ടായി. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കണ്ടതിനു ശേഷം കുറച്ചുകൂടി പറയാനുണ്ട്. തലശ്ശേരി കലാപകാലത്തെ സംഘപരിവാർ ആക്രമണത്തിൽ നിന്നും പാറപ്പുറം ജുമാ മസ്ജിദിനെ സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയ പിണറായി വിജയനെ ആദരിച്ച് മഹല്ല് കമ്മിറ്റി. ധർമ്മടം മണ്ഡലം വികസന സംവാദ വേദിയിലെത്തിയാണ് മഹല്ല് ഭാരവാഹികൾ പള്ളിയുടെ ചിത്രം പതിച്ച ഉപഹാരം കൈമാറിയത്. 87 വയസ്സ് കഴിഞ്ഞ അസ്വഹാജിയാണ് പാറപ്പുറം ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. തലശ്ശേരി കലാപകാലത്ത് ആയുധമുയർത്തി അട്ടഹാസം മുഴക്കി സംഘപരിവാരം പള്ളിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ചിത്രം അസ്വഹാജിയുടെ ഓർമ്മയിലുണ്ട്. പള്ളി ആക്രമിക്കാനെത്തിയവരെ തടയാൻ ഒരു ഭാഗത്ത് CPIM പ്രവർത്തകർ, കലാപകാരികളെ തടയാൻ മുന്നണി പോരാളിയായി പാർട്ടി നേതാവ് പിണറായി വിജയൻ. 5.5 പതിറ്റാണ്ടിനിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്ജിദിന് മുന്നിലെത്തിയപ്പോൾ അസ്വഹാജിയും മറ്റു മഹല്ല് ഭാരവാഹികളും ചേർന്ന് സമ്മാനിച്ചത് പള്ളിയുടെ ചിത്രമുള്ള ഉപഹാരം. നാടിന്റെ നന്മയ്ക്ക് വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകണമെന്നാണ് അസ്വഹാജിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം കൂടി അധികാരത്തിലുള്ള വലിയ ഇതാണ്, അധികാരത്തിൽ വരണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 10 കൊല്ലം കൊണ്ട് എത്രയോ പുരോഗമനം വ്യക്തിയിലുണ്ട്. ഈ 10 കൊല്ലത്തെ ഭരണത്തിൽ എത്രയോ ജനങ്ങൾക്കോ നാട്ടുകാർക്കും നാട്ടിലും കൂടി എത്രയോ പുരോഗമനം. ഈ പിണറായി ദേശം മാത്രമല്ല, എല്ലാ ദേശത്തിലും പേപ്പർ കൊണ്ട് വായിച്ച് നോക്കുമ്പോൾ എല്ലാ നിലയിലും ഒരു പുരോഗമനമാണ് മുഖ്യമന്ത്രി അതൊരു അധികാരത്തിലും കാണുന്നത്. പാറപ്പുറം ജുമാ മസ്ജിദിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചതിന് CPIMനോടും പിണറായിയോടുമുള്ള കടപ്പാടാണ് അറിയിച്ചതെന്ന് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി റൌഫ്. തലശ്ശേരി കലാപത്തില് മുഖ്യമന്ത്രി അന്ന് ഈ പാറപ്പുറത്ത് വന്ന് ഈ നാട്ടിലെ വീടൊക്കെ ഒരു മുസ്ലിം വീടുകളൊക്കെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കലാപം അടിച്ചമർത്താനും അന്ന് ജനങ്ങളെ അണിനിർത്താനും വളണ്ടിയർമാർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും കാവൽ നിർത്തിക്കൊണ്ട് അന്ന് സംരക്ഷിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മളെ പിണറായി വിജയൻ. തലശ്ശേരി കലാപകാലത്ത് ജീവൻ കൊടുക്കേണ്ടി വന്നത് CPIMന് മാത്രമാണെന്ന് പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടി. തലശ്ശേരി കലാപകാലത്ത് സംഘപരിവാറുകാർ ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ച പാറപ്പുറം ജുമാ മസ്ജിദ് ജീവൻ കൊടുത്തും പള്ളി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് അന്ന് ഇവിടെ കാവലിരുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള CPIM പ്രവർത്തകർ. കാലം എത്ര കഴിഞ്ഞാലും ഒന്നും മറക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയെ വേദിയിൽ വെച്ച് ഇന്ന് ആദരിക്കുകയായിരുന്നു ജുമാ മസ്ജിദിലെ ഭാരവാഹികൾ. പാറപ്പുറത്ത് നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം M സന്തോഷ്. ഇനിയൊരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. മുമ്പ് കാണിച്ചതാണ്, എന്നാലും ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കാണിക്കുകയാണ്. സഖാവ് പിണറായി വിജയന് പിണറായി പാറ അറിയാലോ. പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ 30 അർദ്ധരാത്രിയായി. പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നിട്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ. ചൂട്ടും വെട്ടുമ്പോ കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് 30 നിർത്തിവെച്ച് ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. പറയുന്നത് ഷാജി അല്ല, വിധേയത്തൽ കമ്മീഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം തീരുന്നില്ല, അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാവ് കുമാരൻ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരൻ. കേട്ടല്ലോ, എന്താണ് ഇബിലീസിന്റെ സന്തതിയായ KM ഷാജി പറഞ്ഞത്? വിധേയത്തിൽ കമ്മീഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പിണറായി വിജയന്റെ അനിയൻ കുമാരൻ പള്ളി പൊളിച്ചെന്നു.
അന്ന് ഞാൻ കെ എം ഷാജിയെ ഒരു വെല്ലുവിളിച്ചിരുന്നു. വീരാൻകുട്ടിയാണ് കെ എം ഷാജിയുടെ പിതാവെന്ന് കെ എം ഷാജിക്ക് ഉറപ്പുണ്ടെങ്കിൽ കെ എം ഷാജി അതിന്റെ തെളിവ് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മുമ്പിൽ വെക്കണമെന്ന്. പക്ഷെ കെ എം ഷാജി ആ വീഡിയോ കണ്ടോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. കെ എം ഷാജിക്ക് ആ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഷാജി, നിന്നെയും നിന്നെ പോലുള്ള പല തന്തയ്ക്ക് പറഞ്ഞവന്മാർ രാഷ്ട്രീയം കുപ്പായവും ഇട്ട് കേരളത്തിലെ മതസൗഹാർദ്ദത തകർക്കുന്നതിനു വേണ്ടി കള്ളക്കഥകളും അപവാദ പ്രചരണങ്ങളും പടച്ചുവിടുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തെയും ചരിത്ര സത്യത്തെയും നെഞ്ചിലേറ്റിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് പാറപ്പുറം ജമാഅത്തിലെ ഭാരവാഹികൾ സഖാവ് പിണറായി വിജയനെ അനുമോദിക്കാനെത്തിയത്. ഇസ്ലാം മതത്തിന്റെ പേരും പറഞ്ഞ് ഇസ്ലാം മതത്തിന്റെ അട്ടിപ്പേറവകാശവും പേറി സുഖലോലുപരായി കഴിയുന്ന പാണക്കാട്ടത്തെ ഇബിലീസുകളും പിന്നെ ഇബിലീസ് ആർക്കൊക്കെയോ ജന്മം കൊടുത്ത ഇബിലീസിന്റെ സന്തതികളും ഇസ്ലാം മതത്തിന്റെ പേരിൽ കേരളത്തിൽ തന്തയില്ലാത്തരം കാണിക്കുമ്പോൾ ആ തന്തയില്ലാത്തരത്തിന് ഏൽക്കുന്ന ചുട്ട മറുപടികളാണ് ഇതുപോലെയുള്ള യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ചരിത്രത്തെ മുറുകെ പിടിക്കുന്നതെന്നു കൂടി നിങ്ങളൊക്കെ ഓർക്കേണ്ടതുണ്ട്. അതിന്റെ ഇടയിൽ ഒന്നുകൂടി പറയുന്നു, വീരാൻകുട്ടിയുടെ മകനാണ് കെ എം ഷാജി എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനെ നീ ഈ സത്യമൊന്ന് ബോധ്യപ്പെടുത്തണം. തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം. ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അത് ചെയ്തില്ലെങ്കിലും നിന്റെ പ്രസംഗം കേട്ട് കൈയടിക്കുന്ന, നീ എന്ത് വിട്ടിത്തം പറഞ്ഞാലും അത് കേട്ട് കൈയടിച്ച് ആർത്തു വിളിക്കുന്ന, സ്ഥലകാല ബോധമില്ലാത്ത, തലച്ചോറ് നായമക്കിയ, അന്തവും കുന്തവും ഇല്ലാത്ത നിന്റെ മുന്നിലിരിക്കുന്ന മൂരി ലീഗുകാർക്കെങ്കിലും നീ ആ സത്യമൊന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്, 1971 തലശ്ശേരിയിൽ കലാപം നടക്കുമ്പോൾ നിങ്ങൾക്കുമുണ്ടായിരുന്നു കുറച്ച് നേതാക്കന്മാർ. അന്നത്തെ മുനാഫിക് ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ അബ്ദുറഹ്മാൻ ബാഫക്കി, PMSA പൂക്കോയ, ഉപ്പി സാഹിബ്, CH മുഹമ്മദ് കോയ, ചാക്കിരി അഹമ്മദ് കുട്ടി, ഔക്കാദർ കുട്ടി നഹ, അങ്ങനെ തുടങ്ങിയ പല മഹാന്മാരും അന്ന് ജീവിച്ചിരുന്നു. പക്ഷെ അവരൊന്നും മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ തലശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിൽ പോലും എത്തിയിരുന്നില്ല. സംശയങ്ങൾ ബാക്കിയാണ്. RSSകാർക്ക് നാരങ്ങാ വെള്ളം കലക്കിക്കൊടുത്ത ചരിത്രമുള്ള നിങ്ങൾ അന്ന് തലശ്ശേരിയിൽ കലാപം നടത്താൻ RSSകാർക്ക് ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്നും സംശയിച്ചാൽ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സംഘപരിവാർ ഇഴയാൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ് നക്കലാണല്ലോ നിങ്ങൾക്ക് പതിവ്. ചരിത്രങ്ങളെയും സത്യങ്ങളെയും വളച്ചൊടിച്ച് കള്ളക്കഥകൾ മെനഞ്ഞ് എത്രയൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗും പ്രവർത്തകരും പാണക്കാട് കുടുംബവും ശ്രമിച്ചാലും സത്യത്തെ മുൻനിർത്തി ചരിത്രങ്ങൾ വിളിച്ചു പറയാൻ എന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.